എക്സാമുകൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഡെയിലി ക്വിസസ്, മോക്ക് ടെസ്റ്റുകൾ, സ്റ്റഡി മെറ്റീരിയൽസ് ഇതൊക്കെ കിട്ടുന്ന ഒരു ആപ്പ് നമുക്ക് പരിചയപ്പെട്ടാലോ? എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് നമ്മുടെ ADA 24/7 ആപ്പ്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ADA 24/7 ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, അതുപോലെ ലോഗിൻ ചെയ്യുക, എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, അങ്ങനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് അതിൽ ADA 24/7 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്യുക. നമുക്ക് ADA 24/7 എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിൽ കാണും. അത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്യാം. നിങ്ങൾ സ്റ്റേറ്റ് എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് എക്സാംസിൽ കൊടുക്കുക. അതിൽ കേരള കണ്ടോ, ആ കേരള നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അതിൽ നമ്മുടെ ലാംഗ്വേജ് ചൂസ് ചെയ്യാനുണ്ട്. അതിൽ നമുക്ക് ലാംഗ്വേജ് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. മലയാളം വേണമെങ്കിലും ചൂസ് ചെയ്യാം, ഇംഗ്ലീഷ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞാനിവിടെ ഇംഗ്ലീഷാണ് ചൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മെയിൽ ID യൂസ് ചെയ്തിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇതിൽ ഹോം പേജ് ഏറ്റവും താഴെ കാണുന്നതാണ്. പിന്നെ കമ്മ്യൂണിറ്റി പേജ് ഉണ്ട്, നെക്സ്റ്റ് മൈ കണ്ടന്റ് പേജ് ഉണ്ട്, അതുപോലെ സ്റ്റോറും ഉണ്ട്. ഡെയിലി ക്വിസിലേക്ക് പോവാം. ഡെയിലി ക്വിസിലേക്ക് പോകുമ്പോഴത്തേക്കും നോക്കിക്കേ, നമുക്ക് ഡേ വൈസ് വരുന്ന എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് കണ്ടോ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് കുറച്ച് താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ 10 ക്വസ്റ്റ്യൻസ് വീതം വെച്ചിട്ടുള്ള ഡെയിലി ക്വിസുകളാണ്. നിങ്ങൾക്ക് ഇത് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല നമുക്ക് കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളും ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഇത് കൂടാതെ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ആയ ഫ്രീ PDF ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. കണ്ടോ, ഫ്രീ PDF കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് കമ്മ്യൂണിറ്റി പേജ് ഉണ്ട്. കമ്മ്യൂണിറ്റി പേജ് നമുക്ക് ഏറ്റവും താഴെ കമ്മ്യൂണിറ്റി പേജിലേക്ക് പോയി കഴിഞ്ഞാൽ ടീച്ചേഴ്സ് എടുക്കുന്ന ക്ലാസ്സിന്റെ PDF കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് അപ്ലോഡഡ് ആയിരിക്കും. ഇനി നിങ്ങൾ റെയിൽവേസിന് SSCനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെയിൽവേ SSC എടുക്കാൻ വേണ്ടിയിട്ട് ഗോ ടു ബാക്ക് മെയിൻ ലിസ്റ്റിലേക്ക് പോവാം. ഗവൺമെന്റ് ജോബ് എക്സാം പോവാം. ബാങ്കിങ് ആണെങ്കിൽ ബാങ്കിങ്ങിലേക്ക് പോവാം. ഓക്കെ, ഇതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ് എടുക്കാം, ഡെയിലി ക്വിസസ് എടുക്കാം. ക്വിസസ് ഇതുപോലെ നമുക്ക് ഡെയിലി ആയിട്ട് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ.